ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ നമുക്ക് നമ്മുടെ വിന്റർ സീസൺ ഒക്കെ കഴിഞ്ഞ് സ്പ്രിംഗ് സീസണിലോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വെതറൊക്കെ കുറച്ച് നന്നായി വരുന്നു, എന്നാലും ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ജസ്റ്റ് എന്നെ തന്നെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. എൻ്റർടൈൻ ചെയ്യിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഒട്ടും മൂഡില്ലാത്ത, ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പോൾ സമയം ഏകദേശം ഉച്ച വരെയായി. ഇത്രയും നേരം പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഫോൺ നോക്കി വെറുതെ കട്ടിലേക്ക് കിടക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചെന്നാൽ പുറത്തോട്ട് പോകാം, കുറച്ച് ആളുകളെയൊക്കെ കാണാം. നല്ല വെതറാണ്, വെയിലൊക്കെ ഉണ്ട്, കുറച്ച് വിറ്റമിൻ ഡി ഒക്കെ കൊള്ളാം. കഫേയിലൊക്കെ പോയിട്ട് ഒരു കോഫി കുടിക്കാം. ആൾക്കാരൊക്കെ കാണുമ്പോൾ നമ്മുടെ മൂഡ് നന്നായിട്ട് ലെവൽ ഹൈ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു വ്ളോഗാണ് കേട്ടോ ഇത്. ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല, ഞാൻ റെഡിയായി കഴിഞ്ഞപ്പം എന്നാ ഒരു വ്ളോഗ് എടുക്കാം. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെയൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒന്ന് മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മോട്ടിവേഷൻ ആവുമെന്നറിയില്ല, എന്നാലും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ഞാനങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ലിഫ്റ്റിൻ്റെ അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത് കേട്ടോ. പക്ഷെ ലിഫ്റ്റിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ മിററുണ്ട്, നിങ്ങളുടെ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഫുൾ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. സ്റ്റിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറത്തോട്ട് വരുമ്പം ഇങ്ങനെ സംസാരിച്ച് വ്ലോഗ് ചെയ്യാൻ. കാരണം ചുറ്റിനുള്ളവരൊക്കെ നോക്കുന്നുണ്ടോ, ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. ജാക്കറ്റ് ഇട്ടത് നന്നായി, വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ്, നല്ല കാറ്റ്. ഈ കാറ്റാണ് ഇവിടുത്തെ പ്രശ്നം. കാറ്റുള്ളപ്പോഴാണ് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നത്. ഞാൻ എവിടെ പോകണം എന്നിങ്ങനെ ആലോചിച്ചപ്പം ഡണ്ടാസ്, നമ്മുടെ ഈത്തൻ സെൻറ്റർ മോളുണ്ട്, അവിടെ പോകാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു സലൂണുണ്ട്, അവിടെ പോയി ത്രെഡ് ചെയ്യാം. പിന്നെ അനീഷിന് യൂണിക്ലോ ടീഷർട്ട്സ് 2 വേണമെന്ന് പറയണ്ടായിരുന്നു. ഞാൻ പുറത്തു പോകണ്ടെങ്കിൽ മേടിക്കാൻ, അപ്പോൾ അത് നോക്കണം. പിന്നെ എനിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം, എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അപ്പം ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സെൽഫ് എൻ്റർടൈൻ. വെറുതെ ഞാൻ പുറത്തു കൂടെ ആൾക്കാരെ കണ്ട് നടക്കുമ്പോൾ തന്നെ ഒരു രസമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സബ്വേ വന്നു. Rosedale station. Doors will open on right. ഞാൻ അങ്ങനെ ഒരു മോളിലെത്തി. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം കയറുന്ന ഒരു സ്റ്റോറാണ് കേട്ടോ, മിനിസോ. ചോക്ലേറ്റ് എല്ലാം നല്ല അടിപൊളി.
questions, and everyone answers them. ഞാൻ എടുത്തത് So Belgium and white and they are ഡാർക്ക് ചോക്ലേറ്റ് ആണ് all കേട്ടോ. ask the same question. നല്ല ടേസ്റ്റ്. So you have ഫുൾ കഴിച്ച് തീർത്തു. ഞാൻ തിരിച്ച് വീട്ടിലെത്തിട്ടോ. നല്ലൊരു ദിവസമായിരുന്നു. ക്ലൈമറ്റ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് പോയിട്ടും മൈൻഡൊക്കെ നല്ല റിഫ്രഷായി. ഇപ്പോൾ ഇവിടെ ഇരിക്കുമായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും മടി പിടിച്ച് വെറുതെ കിടന്നുറങ്ങുമോ ഫോൺ നോക്കിയൊക്കെ ഇരുന്നേനെ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. എനിക്ക് ത്രെഡ് ചെയ്യണമായിരുന്നു. ത്രെഡൊക്കെ ചെയ്തു. അപ്പം സെൽഫ് എൻ്റർടൈൻ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ആരെങ്കിലും ഇതുപോലെയൊക്കെ ദിവസങ്ങളിൽ മടി പിടിച്ച് ഒന്നും ചെയ്യാൻ തോന്നില്ലെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു ദിവസം പുറത്തിറങ്ങി കുറച്ച് ആളുകളെയൊക്കെ കണ്ട് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ കണ്ടെത്തി എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് ചെയ്തു എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതായിരുന്നു ഒരു ചെറിയൊരു വ്ളോഗ്, എൻ്റെ ഒരു സെൽഫ് എൻ്റർടൈൻ ഡേ. എന്തെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.